ഇന്നത്തേത് കുഞ്ഞുനാൾ മുതൽക്കേ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നൊരു ആഗ്രഹം നിറവേറ്റിയ കഥയാണ്. അമ്മയും കൊണ്ട് ഒരു വിമാനയാത്ര. അതെ, ഇന്ന് പപ്പാമ്മയുടെ ആദ്യത്തെ വിമാനയാത്ര നടക്കാൻ പോവുകയാണ്. പപ്പാമ്മയുടേത് മാത്രമല്ല, എന്റെ അമ്മായിയമ്മയും ആദ്യമായി ഇന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. തികച്ചും ഒഴിവാക്കാൻ പറ്റാത്ത ജോലി തിരക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ അമ്മമാർ ആദ്യമായി വിമാനത്തിൽ കയറുന്നത് കാണാനുള്ള പേടി കൊണ്ടും ചിന്നു ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ, സ്കൂളിൽ നിന്നും എക്സ്കർഷന് പോകുമ്പോൾ കുട്ടികളെ സുരക്ഷിതമായി നോക്കുക എന്നുള്ള ക്ലാസ് ടീച്ചർമാരുടെ ചുമതലയായിരിക്കും ഈ യാത്രയിൽ എന്റേത്. അങ്ങനെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ആദ്യ വിമാനയാത്രയ്ക്ക് അമ്മമാർ റെഡിയായി. അച്ഛൻ പ്രവാസിയായിരുന്നുവെങ്കിലും ഭാര്യയുമൊത്ത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വിമാനയാത്ര. അതുകൊണ്ട് തന്നെ കക്ഷിയും തന്റെ എയർപോർട്ട് ലുക്ക് ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയും കൂട്ടി ഇത്തവണത്തെ എന്റെ യാത്ര ഞങ്ങളുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയിരുന്ന മലേഷ്യക്കാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടാസ്വദിക്കാനായി ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ടുമാണ് ഇടം വലം നോക്കാതെ മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത്. എപ്പോഴത്തെയും പോലെ ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻ തന്നെയാണ് എന്റെ ഈ സ്വപ്ന സാഫല്യത്തിന് കൂട്ടുനിൽക്കുന്നത്. ഒട്ടും വൈകിപ്പിക്കാതെ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. കൂടെ വരാൻ പറ്റാത്തതിൽ വിഷമമൊന്നുമില്ല എന്ന് ചിന്നു ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നുവെങ്കിലും പുള്ളിക്കാരിയുടെ ഉള്ളിലുള്ള വിഷമം എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അടുത്ത യാത്രയിൽ കൂടെയുണ്ടാകുമെന്നുള്ള ചിന്നുവിന്റെ ഉറപ്പും മേടിച്ച് യാത്രയും പറഞ്ഞ് എയർപോർട്ടിന്റെ അകത്തേക്ക് കയറി. ചെക്ക് ഇൻ നടപടികളും ഇമിഗ്രേഷനും പൂർത്തിയാക്കി തങ്ങളുടെ പാസ്പോർട്ടുകളിൽ ആദ്യമായി സ്റ്റാമ്പ് പതിച്ചതിന്റെ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അവരെയും കൊണ്ട് ഞാൻ ലോഞ്ചിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെറിയ സ്നാക്സും ചായയും ഒക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റിന്റെ വിളി വന്നു. ഒട്ടും വച്ച് താമസിപ്പിക്കാതെ ഗേറ്റിലേക്ക്, അവിടുന്ന് നേരെ ഫ്ലൈറ്റിലേക്ക്. എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ ആദ്യം തന്നെ പപ്പാമ്മ തന്റെ വലത്തെ കാലെടുത്തു വെച്ച് അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ രണ്ടാമത്തെ അമ്മയും. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ പപ്പാമ്മ വിൻഡോ സീറ്റിലും തിരികെ വരുമ്പോൾ ചിന്നുവിന്റെ അമ്മയ്ക്കാണ് വിൻഡോ സീറ്റും എന്ന തീരുമാനം അവർ തന്നെ എടുത്തിരുന്നതുകൊണ്ട് രണ്ടാളും അവരവരുടെ ഇരിപ്പിടങ്ങൾ ആദ്യം തന്നെ ഉറപ്പാക്കി. അധികം വൈകാതെ തന്നെ ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റും ഇങ്ങെത്തി. ടേക്ക് ഓഫിന് തയ്യാറെടുത്തു. ഈശ്വര, ടേക്ക് ഓഫിന്റെ സമയത്ത് അമ്മമാർക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടാകരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോഴത്തേക്കും വിമാനം പറന്നു പോകാൻ തുടങ്ങിയിരുന്നു. ചെവിയെങ്ങാനും അടയുന്നത് പോലെ തോന്നിയാൽ പേടിക്കണ്ട എന്നുള്ള എന്റെ അവസാനത്തെ ഉപദേശവും കേട്ട് അവർ രണ്ടുപേരും വിൻഡോയിലൂടെ പുറത്തേക്കുള്ള രാത്രി കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങി. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. എന്റെ കണക്കുകൂട്ടലുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമ്മമാർ രണ്ടുപേരും ഒരു കൂസലുമില്ലാതെ അവരുടെ ആദ്യ വിമാനയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതിനു പുറമെ എന്നോടൊരു ചോദ്യവും. ഞങ്ങളുടെ ചെവിയൊന്നും അടഞ്ഞില്ല, നിന്റെ ചെവി അടഞ്ഞോ എന്ന്. ഇല്ല എന്ന് ഞാൻ ഉത്തരം നൽകിയെങ്കിലും സത്യം പറയട്ടെ, അവരുടെ ചോദ്യം പോലും നേരാവണ്ണം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പ്രഷർ ഇംബാലൻസ് കാരണം എന്റെ ചെവി അടഞ്ഞിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതുവരെ പേടിയോടെ ഉറങ്ങാതെ ഇരിക്കുമായിരിക്കുമെന്ന് കരുതിയ എന്റെ മുന്നിൽ അല്പനേരത്തിനകം രണ്ടുപേരും കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങാനും കൂടെ തുടങ്ങിയപ്പോഴാണ് ആ സിനിമാ ഡയലോഗ് ഞാൻ ഓർത്തത്. പ്രപഞ്ചത്തിൽ അമ്മയെക്കാളും വലിയ പോരാളി വേറെ ആരുമില്ല എന്നത്. ആ അമ്മമാരാണോ ഈ ചെറിയ വിമാനത്തിൽ കയറുമ്പോൾ കുലുങ്ങാൻ പോകുന്നത്? എന്തായാലും എന്റെ മനസ്സ് നിറഞ്ഞു. ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു പ്രതീതി. അപ്പോൾ ഞങ്ങളുടെ മലേഷ്യൻ കഥകളുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.